ഹായ് ഗൈസ്, വെൽക്കം ടു സൈലം IAS. എക്കണോമിക്സിൻ്റെ NCERT വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 വീഡിയോസിലൂടെ 9th സ്റ്റാൻഡേർഡ് 9ാം ക്ലാസ്സിലെ NCERTയുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് കവറായി. പക്ഷേ ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സിലെ NCERT അല്ല നോക്കാൻ വേണ്ടി പോകുന്നത്. പകരം 11th സ്റ്റാൻഡേർഡ് 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നോക്കുന്നത്. അതെന്തുകൊണ്ട് 10ാം ക്ലാസ്സിലെ NCERT സ്കിപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിനും, അതിപ്പോൾ UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, അതുപോലെ PSC ആയിക്കോട്ടെ, ഏതിനാണെങ്കിലും തന്നെ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് 11th സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ 12th സ്റ്റാൻഡേർഡിലെയും NCERTയിൽ നിന്നാണ്. 11th സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും, ഇനി 12th സ്റ്റാൻഡേർഡിലാണെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്സിൽ നിന്നുമാണ്. ഈ 2 ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങോട്ട് പോകാം, 10th സ്റ്റാൻഡേർഡിലെ NCERT ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു 5ാമത്തെ ഭാഗത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 11th സ്റ്റാൻഡേർഡ് NCERTയുടെ ചാപ്റ്റർ 1 ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക്, എന്നാൽ ഇത് വായിക്കണം, ഇത് നിർബന്ധമായിട്ട് നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ വായിച്ചിട്ടില്ല എന്നുള്ളവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യൻ എക്കണോമി ഉണ്ടല്ലോ, ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ് അവസാനിക്കുന്ന സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് അടുപ്പിച്ചിട്ടുള്ള ഒരു സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ, സ്റ്റേറ്റസ്, എന്ത് സിറ്റുവേഷനാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കടന്നു പോയിട്ടുള്ളത്, ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 200 വർഷത്തോളം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. നമുക്ക് ഓഗസ്റ്റ് 15 1947 സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇന്ത്യ, 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പോളിസീസ് വലിയ രീതിയിലുള്ള ആഘാതം, ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി കൊളോണിയൽ പോളിസി, ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് 2 പ്രധാനപ്പെട്ട എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവമൊക്കെ കഴിഞ്ഞ് ഒരുപാട് വ്യവസായങ്ങൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ഈ പറയുന്ന വ്യവസായങ്ങൾക്ക്, ഈ പറയുന്ന ബ്രിട്ടനിലുള്ള ഇൻഡസ്ട്രീസിന് പ്രവർത്തിക്കാനായിട്ട്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം അല്ലേ? ബ്രിട്ടനിൽ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് അത് വ്യവസായങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, കോട്ടൺ, ജൂട്ട് തുടങ്ങിയ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വേണം. അപ്പോൾ അവർ ഇന്ത്യനെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്തത് ഇത്തരത്തിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ടാണ്. അപ്പോൾ ഇന്ത്യനെ ഒരു റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി, ഒരു സമ്പദ് വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റി. രണ്ടാമതായിട്ട്, ഇന്ത്യയിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ തദ്ദേശീയമായിട്ടുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ടായിരുന്നു, കുടിൽ വ്യവസായങ്ങളുണ്ടായിരുന്നു, ഗ്രാമപ്രദേശത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വ്യവസായങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അതിനെല്ലാം തന്നെ തകർത്തു. പകരം എന്ത് ചെയ്തു? ഇവിടുന്ന് കൊണ്ടുപോകുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവിടെ ഇൻഡസ്ട്രീസിൽ നിന്ന് എന്താക്കി മാറ്റി? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി. എന്ന് വെച്ചാൽ ഇപ്പോൾ വസ്ത്രങ്ങൾ ഇവിടുന്ന് കോട്ടൺ കൊണ്ടുപോകുന്നു, വസ്ത്രങ്ങളാക്കുന്നു, അതിനെ തിരിച്ചെവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു? ഇന്ത്യയിൽ കൊണ്ട് വിൽക്കുന്നു. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ബ്രിട്ടനിലോട്ട് ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ്, ജൂട്ടും കോട്ടണും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോവുകയും അവിടെ അതിനെ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ആക്കി മാറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. അതോടുകൂടി ഇന്ത്യയിലെ വ്യവസായങ്ങളെല്ലാം തകർന്നുപോയി. അപ്പോൾ 2 ലക്ഷ്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. ഒരു റോ മെറ്റീരിയലിൻ്റെ സപ്ലയർ ആക്കി ഇന്ത്യനെ മാറ്റുക. രണ്ടാമത്തേത് മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ബ്രിട്ടീഷ് ഗുഡ്സ്, നോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി. അവിടെ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗുഡ്സിന് ഒരു മാർക്കറ്റ് ഒരുക്കുക, അല്ലാതെ ഇന്ത്യൻ എക്കണോമിയുടെ വികസനമല്ല അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ 2 ഫോൾഡ് മോട്ടീവ്, കൊളോണിയൽ പോളിസിയുടെ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് 2% ആയിരുന്നു ഗ്രോത്ത് റേറ്റ്. 20ാം നൂറ്റാണ്ട് ആദ്യ കാലത്തിൽ, അല്ലെങ്കിൽ ആദ്യ പകുതിയിലൊക്കെ
2% താഴെ മാത്രമേ നമ്മുടെ ദേശീയ വരുമാനം വളർന്നിട്ടുള്ളൂ. പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് 0.5. പെർ ക്യാപിറ്റ എന്താണെന്ന് അറിയാലോ, GDP എന്താണെന്നറിയാം. GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിന്റെ സർവീസസിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന 2% മാത്രമേ ആവറേജ് ആയിട്ട് വളർന്നിട്ടുള്ളൂ. വളരെ കുറവാണ് വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പെർ ക്യാപിറ്റ ഇൻകം. എന്താ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന? പെർ ക്യാപിറ്റ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെർ ക്യാപിറ്റ ഇൻകം. അത് വെറും 0.5% മാത്രമേ ഉയർന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വളരെ കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഇന്ത്യ കൈവരിച്ചതെന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എസ്റ്റിമേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ ദേശീയ വരുമാനമോ GDP കണക്കാക്കാനായിട്ട് ഒരു ഒഫീഷ്യൽ എസ്റ്റിമേറ്റ്സോ അല്ലെങ്കിൽ യാതൊരു ശ്രമങ്ങളും, യാതൊരു അറ്റംപ്റ്റും നടത്തിയിട്ടില്ല. ഒരു ഒഫീഷ്യൽ അറ്റംപ്റ്റും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ പല ആൾക്കാരും ദേശീയ വരുമാനം കണക്കാക്കിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ആയിരുന്നില്ല. ഔദ്യോഗികമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ദേശീയ വരുമാനം കണക്കാക്കാൻ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷെ കുറച്ച് ഇൻഡിവിജ്വൽ അറ്റംപ്റ്റുകൾ നടന്നു. അതായത് കുറച്ച് വ്യക്തികൾ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി എന്നിങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ വരുമാനം കണക്കാക്കിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ പറയുന്ന ആൾക്കാർ. അതിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാ? അത് ദാദാഭായ് നവറോജി. ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. മനസ്സിലായല്ലോ, ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ദാദാഭായ് നവറോജിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്ത്യൻ എക്കണോമിയുടെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകവും അദ്ദേഹം മുന്നോട്ട് വെച്ച തിയറീനെയൊക്കെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി ദാദാഭായ് നവറോജി ആണെങ്കിൽ തന്നെയും ഈ പറയുന്ന മറ്റുള്ളവരെല്ലാം തന്നെ വലിയ സയന്റിഫിക് മെത്തേഡ്സോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസോ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. പകരം അവർ വലിയ ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയോടുകൂടിയല്ല ദേശീയ വരുമാനം കണക്കാക്കിയത്. എന്നാൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ, സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് കൊളോണിയൽ സമയത്ത് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് VKRV റാവു. അപ്പോൾ നമ്മുടെ കൊളോണിയൽ പീരീഡിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് VKRV റാവു ആണ്. അപ്പോൾ VKRV റാവുവിൻ്റെ പ്രത്യേകത എന്താ? സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതാണ് VKRV റാവുവിൻ്റെ പ്രത്യേകത. എന്നാൽ ദാദാഭായ് നവറോജിയുടെ പ്രത്യേകത എന്താ? ദാദാഭായ് നവറോജി എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി അതിനുപയോഗിച്ചൊരു ടൂളുണ്ട്, അത് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ ദാദാഭായ് നവറോജി എന്തുപയോഗിച്ചാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കിയതെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ജയിൽ ജീവിത ചെലവ്, ജയിലിലെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ രാജ്യത്ത് ദാദാഭായ് നവറോജി ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഓരോ മേഖലകൾ, ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഓരോ മേഖലകളെ പറ്റി നോക്കി. അപ്പോൾ ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ പോയിന്റ്സും ഓരോ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് പ്രിലിംസിന്, അതുപോലെ നമ്മുടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എന്ത് ചെയ്യാം, വരാൻ സാധ്യതയുണ്ട്. ഇനി അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാർഷിക മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് നമ്മൾ ഈ 2026 സംസാരിക്കുന്ന സമയത്തും ഒരു മോർ ദാൻ 45% ഓഫ് ദ പീപ്പിൾ സ്റ്റിൽ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ ഫോർ ദെയർ ലൈവ്ലിഹുഡ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ 45% കൂടുതൽ ആൾക്കാർ ഇന്നും നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയെ ജീവിച്ചാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രിഡോമിനന്റ് അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു, ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ തന്നെയായിരുന്നു. അന്ന്
85% ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്, എസ്പെഷ്യലി വില്ലേജസ്, ഗ്രാമപ്രദേശങ്ങളിൽ. അതായത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിലെ 85% ഗ്രാമപ്രദേശത്തിൽ ഏതാണ്ട് മുഴുവൻ ആൾക്കാരും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റാഗ്നേഷൻ, ഒക്കേഷണൽ ഡിറ്റീരിയറേഷൻ ഡിസ്പൈറ്റ് സം അബ്സല്യൂട്ട് ഗ്രോത്ത് ഫ്രം എക്സ്പാൻഷൻസ് ഓഫ് കൾട്ടിവേറ്റഡ് ഏരിയ, നോട്ട് പ്രൊഡക്ടിവിറ്റി ഗെയിൻ. അതായത് സംഭവം എന്താ, ഇവിടെ കാർഷിക മേഖലയിൽ സ്റ്റാഗ്നേഷൻ, വളർച്ചയില്ലായ്മ വലിയ രീതിയിൽ നമുക്ക് എവിഡൻ്റ് ആയിരുന്നു. വളർച്ചയില്ല. കാർഷിക മേഖലയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട്. അതായത് മുന്നേ 10 ഏക്കർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 20 ഏക്കർ 25 ഏക്കർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ടായിട്ട് നമ്മുടെ കൾട്ടിവേറ്റഡ് ഏരിയ എക്സ്പാൻഡ് ആകുന്നുണ്ടെങ്കിലും ഇവിടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത ഉണ്ടാകുന്നില്ല. നേരത്തെ 10 ഏക്കറിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് ഇപ്പോൾ ഒരു 15 ഏക്കർ ഉണ്ടാകുമ്പോഴും കിട്ടുന്നത്. യാതൊരു ഉൽപാദനക്ഷമത ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഗവൺമെൻറ് വേണ്ട രീതിയിൽ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കൃഷി താഴോട്ട് പോവുക, ഡിറ്റീരിയറേഷൻ എവിടെ സംഭവിക്കുന്നു, കൃഷിയിൽ സംഭവിക്കുന്നു. ഇനി ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മന്ദഗതിയിലായ വളർച്ചയില്ല. നമുക്കറിയാം സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒരു വളർച്ചയില്ലാത്ത അവസ്ഥ, ഒരു മുരടിച്ച അവസ്ഥ, സ്റ്റാഗ്നന്റ് ഗ്രോത്ത്. അപ്പോൾ അതെന്ന് വെച്ചാൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയിൽ വളർച്ചയില്ല, മുരടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ സ്റ്റാഗ്നേഷൻ്റെ കാരണം എന്ന് പറയുന്നത്? ഒന്നാമത്തത് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം തന്നെയാണ്, എസ്പെഷ്യലി ജമീന്ദാരി സിസ്റ്റം. നമുക്കറിയാം പ്രധാനമായിട്ടും ഈ പറയുന്ന ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇന്ത്യയിൽ ഒരുപാട് നികുതി പിരിവിനും അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടി, കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പലതരത്തിലുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ജമീന്ദാരി സിസ്റ്റം, അതുപോലെ തന്നെ റയറ്റ് വാരി സിസ്റ്റം, പിന്നെ മഹൽവാരി സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിൽ ജമീന്ദാരി എന്ന് പറയുമ്പോൾ കൂടുതൽ ബംഗാൾ കേന്ദ്രീകരിച്ച് ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ഒഡീഷ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. നമുക്കതിനെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നും വിളിക്കാം. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. നമ്മളിതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാത്തത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി അല്ല, പക്ഷെ എന്നാലും ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. ജമീന്ദാരി സിസ്റ്റം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ മദ്രാസ് പ്രോവിൻസ് കേന്ദ്രീകരിച്ചിട്ടാണ് റൈറ്റ് വാരി ഉണ്ടായിരുന്നത്. ഇനി മഹൽവാരി, മഹൽസ് എന്ന് പറഞ്ഞാൽ വില്ലേജ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ലാൻഡ് റവന്യൂ സിസ്റ്റം. മഹൽവാരി എന്ന് പറയുന്നത് കൂടുതലും നോർത്ത് വെസ്റ്റിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർത്ത് വെസ്റ്റിലൊക്കെയാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്, അതുപോലെ സെൻട്രൽ ഭാഗങ്ങളിൽ. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഈ പറയുന്ന കൂടുതലും ജമീന്ദാറുകൾ, നമുക്കറിയാം ഇടനിലക്കാര കർഷകർക്കും അതുപോലെ തന്നെ ഈ ജമീന്ദാറുകളുടെ പ്രത്യേകത, ജമീന്ദാരി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ, ഇത് സാധാരണ ഫാർമറാണ്, കർഷകനാണ്, ഇത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും കർഷകൻ്റെ ഇടയിൽ എന്തുണ്ടാകും, ഒരു ഇടനിലക്കാരനായിട്ട് ജമീന്ദാർ ഉണ്ടാകും. ജമീന്ദാരായിരിക്കും റെന്റ് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇടനിലക്കാരൻ അവിടെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അല്ലാതെ കർഷകന്റെ നേട്ടത്തിനോ കർഷകന്റെ ലാഭത്തിനോ വേണ്ടിയിട്ട്, കൃഷിയുടെ ഉന്നമനത്തിനോ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പരമാവധി വരുമാനം ജമീന്ദാറിന് കിട്ടിയാലേ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെ പിഴിഞ്ഞു, എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആയിരുന്നു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റംസ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ യാതൊരു വരുമാനമോ യാതൊരു ഗുണമോ കർഷകനുണ്ടായില്ല. കൃഷി ഡിറ്റീരിയറായിട്ട് ചെയ്യുന്നതിനത് കാരണമായി. ഇനി ലോ ടെക്നോളജി, പുവർ ഇറിഗേഷൻ, നെഗ്ലിജിബിൾ ഫെർട്ടിലൈസർ യൂസ്. അവിടെ എന്ന് വെച്ചാൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ, പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇന്നും കൂടുതൽ ഇന്നത്തെ കൃഷി എടുത്തു കഴിഞ്ഞാലും പ്രിഡോമിനൻ്റ് ആയിട്ട് ട്രഡീഷണൽ അഗ്രികൾച്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അന്നാണെങ്കിൽ കൂടുതൽ ട്രഡീഷണൽ അഗ്രികൾച്ചർ, ടെക്നോളജി ഒന്നുമില്ല. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി, മോഡേൺ ഇറിഗേഷൻ ഒന്നുമില്ല. ഫെർട്ടിലൈസറിൻ്റെ യൂസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഫെർട്ടിലൈസർ കൂടുതൽ യൂസ് ചെയ്താലല്ലേ നമുക്ക് കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ അത് കൃഷിയുടെ വലിയ രീതിയിൽ പ്രൊഡക്ടിവിറ്റിനെ ബാധിച്ചു. ഇനി അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടെറസിംഗ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രെയിനേജ്, ഡീസാലനൈസേഷൻ. അപ്പോൾ ഡീസാലനൈസേഷനിലും ഡ്രെയിനേജിലും ഫ്ലഡ് കൺട്രോൾ ഇതെല്ലാം കൃഷിയെ ബാധിക്കുന്ന ഘടകങ്ങളല്ലേ. ഈ പറയുന്ന പോലെ
ഇതൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷി നല്ല വിളവ് കിട്ടത്തില്ല, കൃഷി നശിക്കുന്നതിന് കാരണമാകും. അപ്പം ഇതെല്ലാം തന്നെ കൃഷിയുടെ സ്റ്റാഗ്നേഷൻ, ഒരു മന്ദഗതിയിലുള്ള അവസ്ഥയിലോട്ട് എത്തിച്ചു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ നമുക്കൊരു അഡീഷണൽ പോയിന്റും കൂടെ ഇവിടെ പറയാൻ പറ്റുന്നതാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് പണ്ടെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഫുഡ് ക്രോപ്സ് ആണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, ഭക്ഷ്യവിളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇന്ത്യക്കാരുടെ ആവശ്യത്തിന് വേണ്ടി സ്റ്റേപ്പിൾ ഫുഡായിട്ടുള്ള റൈസ്, വീറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഇന്ത്യക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് കൃഷി വ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് കൂടുതലായിട്ടും ഫുഡ് ക്രോപ്സ് അല്ല, പകരം എന്താണ്, ക്യാഷ് ക്രോപ്സ് ആണ്, നാണ്യവിളകളാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഭക്ഷ്യവിളയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് നാണ്യവിളയിലോട്ടുണ്ടായി, ഒരു ക്രോപ്പിംഗ് പാറ്റേണിൽ അവിടെ ചേഞ്ച് വന്നു. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. മുന്നേന്ന് വെച്ചാൽ സ്വന്തം ആവശ്യത്തിനോ ലോക്കൽ മാർക്കറ്റിലോ വിൽക്കാനാണ് കർഷകർ കൃഷി ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ക്യാഷ് ക്രോപ്സ്, കൊമേഴ്ഷ്യൽ പർപ്പസ്. മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് അത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഡിഗോ അല്ലെങ്കിൽ ഈ പറയുന്ന റബ്ബർ, ടീ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ എങ്ങോട്ട് കൊണ്ടുപോകും, ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകും. അവിടുത്തെ കോട്ടൺ, ജൂട്ട്, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകും. ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ വ്യവസായങ്ങൾ, ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ഉണ്ടല്ലോ, ആ ഫാക്ടറീസിൽ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി അതുകൊണ്ട് ഇന്ത്യയിൽ വിൽക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ചെറുകിട കർഷകരെ ഒട്ടുമേ സപ്പോർട്ട് ചെയ്തില്ല. സ്മോൾ ഫാമേഴ്സ്, ടെനൻസ്, ഷെയർ ക്രോപ്പേഴ്സ് തുടങ്ങിയ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ ഇത് ചൂഷണം ചെയ്യുന്നതിനും അവരുടെ സാമ്പത്തിക നില താഴോട്ട് പോകുന്നതിനും കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വഴിവെച്ചു. അല്ലാതെ കൃഷിയുടെ യാതൊരു ഡെവലപ്മെന്റിനും ഇത് ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഇനി വ്യവസായ മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ, അപ്പോൾ ഇന്ത്യയിൽ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നൊരു സമയമാണ്. ബ്രിട്ടനിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ബ്രിട്ടനിൽ നടക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായങ്ങളെ ഇവിടുന്ന് തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായത്. എന്തുകൊണ്ട്? കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് ഇല്ലായിരുന്നു. കാരണം നമുക്കറിയാം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യ മോഡേൺ ഇൻഡസ്ട്രി ഒന്നും അല്ല ഇവിടെ ഉള്ളത്. ചെറിയ ചെറിയ വില്ലേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ഇൻഡസ്ട്രീസ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ പിന്നെ ആർട്ടിസൻസിൻ്റെ ഒക്കെ കഴിവ് കൊണ്ട് ലോക പ്രശസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, ഫേമസ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ലോകത്തെ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ ആർട്ടിസൻസ്, ഇന്ത്യയിലെ കലാകാരന്മാരും കരകൗശല വിദഗ്ധരും എല്ലാം തന്നെ ഫേമസ് ആയിരുന്നു. കാരണം അവർ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് വസ്തുക്കളൊക്കെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഫേമസ് ആയിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു മോഡേൺ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, പകരം ഇന്ത്യയുടെ ഇൻഡസ്ട്രി ആ ഒരു വർക്കിൽ ഫേമസ് ആയിരുന്നു. അതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇല്ലാണ്ടായി. ഇന്ത്യയിൽ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ റീപ്ലേസ്മെന്റ് ഇല്ലാതെ തന്നെ മൊത്തത്തിൽ നശിച്ചു പോയി, ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷനിലോട്ട് കാരണമായി. അപ്പം നമ്മൾ പറഞ്ഞു 2 കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യനെ ഒരു റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാക്കി ഇടിച്ചു താഴ്ത്തുക. മുന്നേ ഇന്ത്യ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുന്നേ ഇന്ത്യക്ക് ലോകത്തെ പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ഉണ്ടായിരുന്നു അല്ലേ. അതെന്താ ട്രേഡ് ചെയ്തിരുന്നത്? സ്പൈസസ് ട്രേഡ് ചെയ്തിരുന്നു ഉറപ്പായിട്ടും. പക്ഷേ അതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള ജുവലറീസ്, മെറ്റൽ വർക്ക്സ്, ഇതെല്ലാം തന്നെ ഇന്ത്യ ട്രേഡ് ചെയ്തിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ അതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതെല്ലാം മറ്റ് രാജ്യങ്ങൾ ട്രേഡ് ചെയ്ത് ഇതിൻ്റെ പോപ്പുലാരിറ്റി അറിഞ്ഞ ആൾക്കാർ വീണ്ടും ഇന്ത്യയായിട്ട് ആ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രീസ് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബ്രിട്ടൻ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിനെല്ലാം മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി റോ മെറ്റീരിയൽസ് തന്നാൽ മതി, അത് നമ്മൾ ബ്രിട്ടനിൽ കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി നിങ്ങൾക്ക് തന്നെ കൊണ്ടുവയ്ക്കും. പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ ഇന്ത്യനെ റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി. കൂടാതെ ഇന്ത്യനെ ബ്രിട്ടനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്ന ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യനെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കിയതിൻ്റെ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് പലതും എന്ത് ചെയ്തു? നശിച്ചുപോയി. അപ്പോൾ അതോടുകൂടി ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു? ന്യൂ ഡിമാൻഡ് മെറ്റ് ബൈ ബ്രിട്ടീഷ് ഇമ്പോർട്ട്. കാരണം ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത കരകൗശലല്ല, ഹാൻഡിക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കൈത്തറി, കരകൗശലം
ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഡിക്ലൈൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് കരകൗശല മേഖല. ഹാൻഡിക്രാഫ്റ്റ്സ് നമുക്ക് പറയാം, ഹാൻഡ്ലൂംസും പറയാം, അതായത് കൈത്തറി. ഈ രണ്ട് മേഖലകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടും തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ്, പരമ്പരാഗത വ്യവസായങ്ങളാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കൈത്തറി മേഖലയിലെ തൊഴിലാളികൾ, കരകൗശല വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടനിലെ വ്യവസായ മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം കുറഞ്ഞ വിലയാണ്, ആൾക്കാരിൽ അത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ഇവിടുത്തെ കരകൗശല മേഖലയും കൈത്തറി മേഖലയെല്ലാം തകരാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നതിന് കാരണമായി. ഇനി ആധുനിക വ്യവസായങ്ങൾ 19-ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോടുകൂടി പതിയെ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ, മോഡേൺ ഇൻഡസ്ട്രീസ് വളർന്നു വരാൻ വേണ്ടി തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് ഉണ്ടല്ലോ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആ ഭാഗത്തെല്ലാം തന്നെ കോട്ടൺ വ്യവസായങ്ങൾ വളരാൻ തുടങ്ങി. കോട്ടൺ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇന്ത്യൻ ഓൺഡ് ആയിരുന്നു, അതായത് ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള കോട്ടൺ വ്യവസായങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. എന്നാൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് ബംഗാൾ ഉണ്ടല്ലോ, ബംഗാളിൻ്റെയൊക്കെ ഭാഗങ്ങളിലാണെങ്കിൽ ജൂട്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങളിലും രണ്ട് തരം മോഡേൺ വ്യവസായങ്ങളാണ് വളരാൻ തുടങ്ങിയത്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെസ്റ്റേൺ ഭാഗത്ത് എന്താ വരുന്നത്, കൂടുതലും കോട്ടൺ ബേസ് ചെയ്തിട്ടുള്ള വ്യവസായങ്ങൾ, അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇനി എന്നാൽ ഈ ഒരു ഭാഗത്താണെങ്കിലോ, ബംഗാളിൻ്റെ ഭാഗത്താണെങ്കിൽ കൂടുതൽ ജൂട്ട്. നമുക്കിന്ന് തന്നെ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ലോകത്ത് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളല്ലേ ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെ, അത് ഈ ഒരു ഭാഗത്തല്ലേ വരുന്നത്. ഇനി ഇന്ത്യയിൽ നിന്ന് കോട്ടണോപോളിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മഹാരാഷ്ട്ര, മുംബൈ തുറമുഖം, ഗുജറാത്ത്, ഇവിടെ എല്ലാം അല്ലേ കോട്ടണുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പാദനവും കയറ്റുമതി എല്ലാം തന്നെ നടത്തുന്നത്. അന്ന് ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങി വെച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിലാണ് ഈ ഉയർച്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന 1907 ആരംഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ഇത്തരത്തിലൊരു സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഇനി ഷുഗർ, സിമന്റ്, പേപ്പർ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും, ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വ്യവസായങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്നത്. ഷുഗർ, സിമന്റ്, പേപ്പർ തുടങ്ങിയ ആൾക്കാർക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉയർന്നു വരുന്നത്. ഇനി പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാം, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ്? ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇല്ല. കാരണം നമുക്കൊരു വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ മെഷീൻസ് വേണം അല്ലേ. ഈ മെഷീൻസ് എങ്ങനെ ഉണ്ടാക്കും? മെഷീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി വേണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങും, ഞാനൊരു പേപ്പർ മില്ല് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക, പേപ്പർ മില്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗർ മില്ലോ ഒക്കെ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം? മെഷീൻസ് വേണം അല്ലേ. ഈ മെഷീൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഇല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്. ഈ പറയുന്ന മെഷീനുകളും ടൂളുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലില്ല. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഈ ക്യാപിറ്റൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തിൻ്റെ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആ രാജ്യത്ത് എന്തുമാത്രം ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും റെയിൽവേ, പവർ ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, പോർട്ട്, ഇനി ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒതുങ്ങിയിരുന്നു. അല്ലാതെ വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഒന്നും ആർക്കില്ലായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്നറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഫോറിൻ ട്രേഡ്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഫോറിൻ ട്രേഡ്, ഇന്ന് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്നുള്ളൂ. ചൈന, US ആയിട്ടൊക്കെ ട്രേഡ് നടത്തുമ്പോൾ എന്താ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യക്ക് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ, റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നടത്തുന്ന വ്യാപാരം, കയറ്റുമതി, ഇറക്കുമതി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫോറിൻ ട്രേഡിൻ്റെ കാര്യത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇവിടെ ഡെഫിസിറ്റാണ്, നഷ്ടമാണ്. കാരണം നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൂടുതലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കുറവാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം, എന്നാലും ചില ആൾക്കാർക്ക് അറിയില്ലാത്ത ആൾക്കാർക്ക് ഓർത്തോളുക, ഇന്ത്യക്ക് നഷ്ടമല്ല, ലാഭമായിരുന്നു, സർപ്ലസ് ആയിരുന്നു.
അതായത് അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തി ഇന്ത്യക്ക് ഇവിടെ ലാഭമായിരുന്നു, നഷ്ടമല്ല. ഇന്നെന്നാൽ ഡെഫിസിറ്റാണ്, നഷ്ടം. അപ്പോൾ ഇന്ത്യ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്, റോ സിൽക്ക്, കോട്ടൺ, വൂള്, ഷുഗർ, ഇൻഡിഗോ, ജൂട്ട് തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഇന്ത്യ കയറ്റുമതിയായിരുന്നു. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ്, കോട്ടൺ, സിൽക്ക്, വൂളൻ ക്ലോത്ത്, ചെറിയ ചെറിയ മെഷീനറീസ് എല്ലാം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ ആയിരുന്നു മൊണോപ്പൊളി. എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യ ബ്രിട്ടീഷുകാരോട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ബ്രിട്ടീഷ് ഗവൺമെന്റിന് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാം, പറഞ്ഞ മനസ്സിലായല്ലോ. മാത്രമല്ല ബ്രിട്ടൻ ബാക്കി ചൈന, ശ്രീലങ്ക, ഇറാനുമായിട്ടൊക്കെ മാത്രമേ ട്രേഡിങ് അനുവദിച്ചിരുന്നുള്ളൂ. വളരെ കുറച്ച് ട്രേഡ് പാർട്ട്നേഴ്സുമായിട്ട് മാത്രമേ ഇന്ത്യക്ക് ട്രേഡ് ചെയ്യാനുള്ള അനുമതി ബ്രിട്ടൻ കൊടുത്തിരുന്നുള്ളൂ. ഇനി സൂസ് കനാൽ അറിയാലോ. സൂസ് കനാൽ ഓപ്പൺ ചെയ്തതോടുകൂടി നമുക്കറിയാവുന്ന കാര്യമാണ്. മുന്നേന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗുഡ്സ് എന്ന് പറയുന്നത്, ബ്രിട്ടൻ എന്ന് പറയുന്ന ഇന്ത്യയായിട്ട്, ബ്രിട്ടൻ മാത്രമല്ല യൂറോപ്പ് ഇന്ത്യയായിട്ട് ട്രേഡിങ് നടത്തിയിരുന്ന സ്ഥലത്താണ് എന്താ ഒട്ടോമൻ ടർക്ക് വന്നിട്ടല്ലേ, ഒട്ടോമൻ തുർക്കികൾ വന്ന് ആ സ്ഥലം പിടിച്ചടക്കുന്നു. അതോടുകൂടി മെഡിറ്ററേനിയൻ സീയിലൂടെ വരുന്നത് ഒട്ടോമൻ ടർക്കികൾ വന്ന് പിടിച്ചടക്കുകയും ബ്രിട്ടീഷുകാർ തിരിച്ച് നമുക്കറിയാം ഈ പറയുന്ന ആഫ്രിക്ക ചുറ്റി വന്നാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള സമയം, വലിയ ദൂരം, വലിയ ചിലവായിരുന്നു ആ ട്രേഡ് എന്ന് പറയുന്നത്. എന്നാൽ സൂസ് കനാൽ ഓപ്പൺ ആയതിനു ശേഷം, സൂസ് കനാൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഓപ്പൺ ആകുന്നതോടുകൂടി ട്രേഡ് റൂട്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലായിട്ട് മാറി. ഈ പറയുന്ന വലിയൊരു ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിലോട്ട് വരേണ്ട ഒരു സാധ്യതയില്ല. പകരം എന്താണിപ്പോൾ അത് വളരെ എളുപ്പത്തിലായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് കൺട്രോള് വളരെയധികം കൂടി, കോസ്റ്റ് കുറയുന്നു, സമയം കുറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ സർപ്ലസ്, ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് കൂടുകയും വരുമാനം ഉണ്ടാവുകയും ചെയ്തു. ആ വരുമാനം ഇന്ത്യക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസെൻഷ്യൽ ഗുഡ്സ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻ, കെറോസിൻ, ക്ലോത്ത് എന്നതൊക്കെ തന്നെ ഇന്ത്യയിൽ കിട്ടാത്തൊരവസ്ഥ വന്നു. മാത്രമല്ല അത് എല്ലാം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഈ സർപ്ലസ്, അമിതമായിട്ട് കിട്ടിയ ലാഭം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലോട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കൊണ്ടുവന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ നേട്ടത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. യുദ്ധ ചെലവുകളായിട്ട്, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആർമി ഒഫീഷ്യൽസിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ പല രീതിയിൽ നിന്ന് ഇന്ത്യ ഏൺ ചെയ്യുന്ന പൈസ, ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന കാശുണ്ടല്ലോ, പൈസ, അത് നേരെ എങ്ങോട്ട് പോകാൻ തുടങ്ങി? UK, ബ്രിട്ടനിലോട്ട് പോകാൻ തുടങ്ങി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്തെന്നാ പറയുന്നത്? ഡ്രെയിൻ ഓഫ് വെൽത്ത്, സാമ്പത്തിക ചോർച്ച ഫ്രം ഇന്ത്യ ടു UK. ഇന്ത്യയിൽ നിന്ന് ചോരുന്ന സമ്പത്ത് നേരെ UK പോകുന്നത്. ഇത് ഒരു തിയറി ആയിട്ട് ആരവതരിപ്പിച്ചിട്ടുണ്ട്? ദാദാഭായ് നവറോജി പറഞ്ഞ ഒരു മുന്നോട്ട് വെച്ചൊരു തിയറിയാണ്. എന്തെന്ന് പറയുന്നത്? ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഏൺ ചെയ്യുന്ന പൈസ ബ്രിട്ടന്റെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി അവർ കൊണ്ടുപോവുക. പറഞ്ഞ മനസ്സിലല്ലോ, ബ്രിട്ടീഷ് സാമ്രാജ്യ വികസനത്തിന് വേണ്ടി അവർ കൊണ്ടുപോവുക. അതിൻ്റെ യാതൊരു ബെനിഫിറ്റും ആർക്ക് കിട്ടുന്നില്ല? ഇന്ത്യയിൽ കിട്ടുന്നില്ല. സമ്പത്തെല്ലാം ചോർത്തിക്കൊണ്ട് പോവുകയാണ് എന്ന് ആര് പറഞ്ഞു? ദാദാഭായ് നവറോജി പറഞ്ഞു. അതെന്തെന്ന് പറയുന്നതിനെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിനകത്താണ്, ഏത് ബുക്കിനകത്താണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി പറയുന്നതെന്ന് ചോദിച്ചാൽ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഏത് പുസ്തകത്തിനകത്താണ് പറയുന്നത്? പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് എന്ത് പറയുന്നത്? ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറിനെ പറ്റി ആര് പറയുന്നത്? ദാദാഭായ് നവറോജി പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ട്രേഡിനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെമോഗ്രഫിക് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ജനസംഖ്യ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താ? സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ അല്ലേ. അപ്പോൾ ഡെമോഗ്രഫിക് കണ്ടീഷൻ നോക്കി 1881 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ 1921. സെക്കൻഡ് സ്റ്റേജ് 1921 ശേഷമാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയാൻ കാരണം എന്താ? അവിടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആകുന്ന സാഹചര്യമാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. രാജ്യത്ത് ബർത്ത് റേറ്റ് വളരെ കൂടുതൽ, ഡെത്ത് റേറ്റും വളരെ കൂടുതലിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ
ജനങ്ങളുടെ എണ്ണം വളരെ കൂടുന്നു. ഫാമിലി സ്റ്റാറ്റസ് ആയിട്ട് ജനങ്ങളുടെ കൂടുതൽ നമ്പർ ഓഫ് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ സ്റ്റാറ്റസ് കൂടുന്നു. കൂടാതെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അപ്പോൾ ഒരു കർഷക കുടുംബമാകുമ്പോൾ കൂടുതൽ കുട്ടികളുണ്ട് എന്ന് പറയുന്നവരുടെ പുറത്തിനി പണിക്കാരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെ ബർത്ത് റേറ്റ് കൂടുതലാണ്, ഡെത്ത് റേറ്റും കൂടുതലാണ്. കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നു, കാര്യമായിട്ടുള്ള ചികിത്സയും ആരോഗ്യ സംവിധാനങ്ങളൊന്നുമില്ല. അതാണ് ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി ലിറ്ററസി റേറ്റ് വളരെ കുറവായിരുന്നു, 16%. ഫീമെയിൽ ലിറ്ററസി 7%. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ നേട്ടത്തിനൊഴികെ വേറെ ഒന്നിനും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഫന്റ് മോർട്ടാലിറ്റി നിരക്ക്, ശിശു മരണ നിരക്ക് 218. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 218 കുട്ടികൾ മരണപ്പെടുന്നു. എന്നാൽ ഇന്നാണെങ്കിൽ അത് 28 കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി വെറും 32 വർഷം, 32 വയസ്സാണ് ആവറേജ്. കാരണം ഒരുപാട് അസുഖങ്ങൾ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാരണം ആൾക്കാർ നേരത്തെ മരണപ്പെടുത്തും, ക്ഷാമം, ദാരിദ്ര്യം. എന്നാൽ ഇന്നത് 70 വയസ്സ് വരെയൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹൈ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. കൂടാതെ എക്സ്റ്റെൻസീവ് പോവർട്ടി, ദാരിദ്ര്യവും ജനങ്ങൾക്കിടയിൽ വളരെ കൂടുതലാണ്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള പൊതുവായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ചിത്രമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ എടുത്താൽ ആൾക്കാർ 70-75% വർക്ക് ഫോഴ്സും കാർഷിക മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. 70-75% ആൾക്കാരും ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. ഏകദേശം 10% ആൾക്കാർ വ്യവസായ മേഖല, മാനുഫാക്ചറിങ് സെക്ടറിലും, ഒരു 15-20% ആൾക്കാർ സേവന മേഖലയിലുമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ആ റീജിയണൽ വേരിയേഷൻ പല സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മദ്രാസ് പ്രോവിൻസിലും അതുപോലെ തന്നെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ മാനുഫാക്ചറിങ് കൂടുതലായിട്ട്, സേവന മേഖലയൊക്കെ കൂടുതലായിട്ട് വളരുന്ന കാരണം അവിടെ കാർഷിക മേഖല ഇടിയുന്ന കാണാം. ബോംബെയിലും ബംഗാളിലും കാണാൻ പറ്റും. ഇനി ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഒഡീഷ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാർഷിക മേഖലയിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കാണാം. അപ്പോൾ റീജിയണൽ വേരിയേഷൻസ് ഒക്കുപ്പേഷൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ എമ്പാടും ഒരുപോലെ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ, പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ്, ടെലഗ്രാഫ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നെങ്കിലും ഇതിൽ കൂടുതൽ വസ്തുക്കളും ബ്രിട്ടീഷുകാരുടെ നേട്ടത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ റോഡുകളെന്ന് വെച്ചാൽ ഇന്നാഡിക്വേറ്റ് ആയിരുന്നു. അത് മഴയൊക്കെ പെയ്യുമ്പോൾ പൊളിഞ്ഞു പോകുന്ന റോഡുകളാണ്. റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ നേട്ടത്തിനാണെങ്കിലും ഏറ്റവും വലിയ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ തന്നെയാണ്. അതിൻ്റെ പോസിറ്റീവ് എന്താ? ഇപ്പം നമുക്ക് ജിയോ കൾച്ചറൽ ബാരിയേഴ്സ് ഒക്കെ അങ്ങ് മാറ്റാം. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് ട്രെയിനിൽ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? നമുക്കറിയാം ഗാന്ധിജി പല സ്ഥലങ്ങളിലും ട്രെയിനിലാണ് സഞ്ചരിച്ചത്, നമുക്കറിയാവുന്നതാണ്. ഇനി നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത് കൃഷിയുടെ കൊമേഴ്ഷ്യലൈസേഷൻ എന്ത് ചെയ്തു? കൂട്ടി. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ എക്സ്പോർട്ട് ബെനിഫിറ്റ് ഇന്ത്യക്കാർക്ക് വലിയ രീതിയിൽ കിട്ടാതെ അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ അതിനുണ്ട്. ഇനി കോസ്റ്റ് കനാൽ, ഒഡീഷയുടെ ഭാഗത്ത് കനാൽ നിർമ്മിച്ചെങ്കിലും റെയിൽവേ വന്നതിന് ശേഷം അതിനെ കൊണ്ട് യാതൊരു ഗുണമില്ലാതായി മാറി. ഇലക്ട്രിക് ടെലഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയതായിരുന്നു. ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിച്ചിരുന്നുള്ളൂ. പോസ്റ്റൽ സർവീസ് ആയിരുന്നു, പക്ഷേ പോസ്റ്റൽ സർവീസ് ഗുണമുള്ളതായിരുന്നെങ്കിലും ആഡിക്വേറ്റ് ആയിരുന്നില്ല. അത്രയും സാധനങ്ങൾ വേണ്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ആദ്യമായിട്ടൊരു എയർലൈൻസ് ആരംഭിക്കുന്ന ടാറ്റ എയർലൈൻസ് ആണ് 1932. അങ്ങനെയാണ് ഇന്ത്യയിൽ ഏവിയേഷൻ സെക്ടറിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ചാപ്റ്ററിനകത്ത് അതായത് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ മനസ്സിലോർക്കുക, എന്നിട്ട് വീഡിയോ ബാക്കി പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. Consider the following statements regarding national income estimation during colonial period. കൊളോണിയൽ പീരീഡ് സമയത്തുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. The colonial government made systematic official estimate of India's national income. വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ഓർക്കാൻ നോക്കണേ. ഓക്കെ, അപ്പോൾ കൊളോണിയൽ ഗവൺമെൻറ് ഒരു സിസ്റ്റമാറ്റിക് ഒഫീഷ്യൽ എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം നടത്തിയോ? ഇല്ല, തെറ്റാ. VKRV Rao estimates during the colonial period are considered the most significant among individual attempts. ശരിയല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഓപ്ഷൻ B2 ഓൺലി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തത്, ദ ജമീന്ദാരി സിസ്റ്റം എ മേജർ കോസ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് വാസ് പ്രൈമർലി ഇംപ്ലിമെന്റഡ് ഇൻ. എവിടെയാണ് ജമീന്ദാരി കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്? വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് മനസ്സിലോർത്ത് നോക്കിയേ. യെസ്,
അതെ, ബംഗാൾ പ്രസിഡൻസിയിലാണ് ജമീന്ദാരി അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അണ്ടർ കൊളോണിയൽ റൂൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ മനസ്സിൽ കൊണ്ടുവരാൻ നോക്കിയേ. Cotton textile mills were mainly dominated by Indians and located in the western India. Correct അല്ലേ? Then jute mills were dominated by foreigners and concentrated in Bengal. ശരിയാണ്. TISCO, Tata Iron and Steel Company was incorporated in 1907. ശരിയാണ്. Answer option D, 1, 2 and 3. Last question, the twofold motive behind the systematic deindustrialization of India by the British was to. വീഡിയോ പോസ് ചെയ്യുക, ആൻസർ മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, റെഡ്യൂസ് എന്താണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ടു ഫോൾഡ് മോട്ടീവ് എന്ന് പറയുന്നത്? റെഡ്യൂസ് ഇന്ത്യ ഇൻടു എ മിയർ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. ശരിയാണ്. ടേൺ ഇന്ത്യ ഇൻടു എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ശരിയാണ്. പ്രൊമോട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബ്രിട്ടീഷുകാർ യാതൊരു പ്രൊമോഷൻ നമുക്ക് നടത്തിയിട്ടില്ല. 1 and 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. വലിച്ചു വാരിയിട്ടൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഏറ്റവും വേണ്ടത് എക്സാമിന് വേണ്ട പോയിന്റ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം മിസ്സാക്കരുത്. പരമാവധി ക്ലാസ്സുകളെല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 11th ചാപ്റ്റർ 2 ആയിരിക്കും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് പ്ലാനിങ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.